ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി വാനിയൻ വഴിയിലേക്ക് സുസ്വാഗതം. നിങ്ങളെല്ലാവരും ഇപ്പോൾ റെഗുലറായിട്ട് ഈ വാനിയൻ വഴിയുടെ ശ്രോതാക്കളാണ്. നിങ്ങൾ ആ ധ്യാന മൂഡിലാണ്, അല്ലെങ്കിൽ സീരിയസ് ആയിട്ടൊക്കെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് റീക്യാപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞത്, അതിനെ ഒന്ന് ലിങ്ക് ചെയ്ത് മനസ്സിലാക്കുന്നത് അടുത്ത ആ ഒരു സ്റ്റേജിലേക്ക് കടക്കാൻ. കാരണം ഇനി നമ്മൾ അല്പം കൂടി ഇതിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യുന്ന ഭാവങ്ങളിലേക്കാണ്, അല്ലെങ്കിൽ ആധ്യാത്മിക ചിന്തകളിലേക്കാണ് നമ്മളെ തന്നെ ലീഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് പേഴ്സണലൈസ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ ഐ വിൽ ഹെൽപ്പ് യു just to recall certain things we have done so far. ഇതുവരെ നമ്മൾ ചെയ്ത ചില കാര്യങ്ങളെ ലിങ്ക് ചെയ്തിട്ട് കാണണം. വാനിയൻ വഴി ഒരു സിംഗുലറായിട്ടുള്ള ഒന്നിനെ തൊടാതെ നിൽക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു ജീവിത ശൈലിയെ, ഒരു സഭാത്മക ജീവിതത്തെ എങ്ങനെ കരുപ്പിടിപ്പിക്കാം, അത് ബോധ്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആധ്യാത്മിക വഴിയാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ആ 3 ആധ്യാത്മിക സംഘർഷങ്ങളെ ഒന്നും കൂടി ഒരുമിച്ച് കാണാം. ഓക്കെ, സോ ഐ സെഡ് ദർ ആർ 3 സ്പിരിച്വൽ കോൺഫ്ലിക്റ്റ് ദാറ്റ് ആർ ഇൻ us. 3 ആധ്യാത്മിക സംഘർഷങ്ങൾ. ഈ ആധ്യാത്മിക സംഘർഷങ്ങളിലേക്ക് കടക്കുന്ന വ്യക്തി ഒരു പാപി ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. He may be a wonderful person, but he undergoes a certain amount of confusion. അത് ശിഷ്യത്വത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാത്തത് കൊണ്ടും ചിലപ്പോൾ കാര്യങ്ങൾ ഒരു പീസായിട്ട് കാണുന്നത് കൊണ്ടൊക്കെ വന്നതായിരിക്കാം. സോ വെളിവായനുടെ ഈശോ നിൻ വെളിവാൽ കാണുന്നു, ഈ സകല ലോകത്തിൻ്റെ ആധാരമായ വെളിവ് നീ തന്നെയാണ് എന്ന് പറയുന്ന ആ ഒരു തിങ്കിങ്. എവ്രിതിങ് ഈസ് ലൈറ്റഡ് ഇൻ ഹിം, നോട്ട് വൺ പാർട്ട് ലൈക്ക് ഇപ്പം പല കാര്യങ്ങളും നമ്മൾ കാണുന്നത് അത് സമുന്നയിപ്പിക്കുമ്പോഴാണ്. ഒരു വിഹംഗ വീക്ഷണം എന്നൊക്കെ പറയില്ലേ, മുകളിൽ നിന്ന് പോയിട്ട് കാണാം, അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ കണക്റ്റഡ് ആയിട്ട് കാണാം. അതുപോലെ ഒന്ന് കാണാൻ ശ്രമിക്കണം ഈ പ്രാവശ്യം. സോ ആദ്യത്തെ ആ ഒരു ആത്മീയ സംഘർഷമായിട്ട് പറഞ്ഞത് നമ്മുടെ വിചാരങ്ങളും ദൈവവിചാരങ്ങളും നേർക്കുനേർ വരുമ്പോഴുള്ള സംഘർഷങ്ങളാണെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൽ എൻ്റെ വിചാരങ്ങൾ ഇറ്റ്സ് വെരി ഈസി തിങ്, ബിക്കോസ് അതാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷെ ദൈവത്തിൻ്റെ വിചാരങ്ങൾ എന്താണ്, അത് നമ്മൾ അത്ര പറഞ്ഞിരുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമ്മൾ കുറച്ച് വഴിയിലൂടെ നടന്നതിന് ശേഷം നമുക്കറിയാം ദൈവത്തിൻ്റെ ചിന്തകൾക്കുള്ളിൽ ഈ 3 കാര്യങ്ങളുണ്ട്. അത് മറ്റുള്ളവനെ നമുക്ക് അപ്പമാക്കാൻ പറ്റില്ല. നമ്മുടെ വിശപ്പുകൾക്ക് വേണ്ടിയിട്ട് അപരൻ അപ്പമാക്കാൻ പറ്റില്ല. അപരൻ ഈസ് എ സീക്രട്ട് തിങ്. അത് മനുഷ്യന് മാത്രമല്ല, പരിസ്ഥിതിയും ദി അതർ എന്ന് പറയുന്ന അത് എല്ലാതും സീക്രട്ട് ആണ്. അതിനെ ഒന്നും നമ്മൾക്ക് എൻ്റെ കണ്ണുകൾക്കോ ചെവികൾക്കോ സ്പർശങ്ങൾക്കോ രുചികൾക്കോ മണങ്ങൾക്കോ ഒക്കെ ആയിട്ട് ഇതിനോട്ട് ദുർവ്യവഹാരം ചെയ്യാൻ പറ്റില്ല. അതിനെയൊക്കെ വളരെ സീക്രട്ടായിട്ട് കാണണം, എല്ലാത്തിനെയും സീക്രട്ടായിട്ട് കാണണം. അതിനുള്ളിലേക്ക് ചികഞ്ഞ് ചെന്നിട്ട് അപ്പോൾ കോഴീനെ കൊല്ലാൻ പറ്റുമോ, അപ്പം നടക്കാൻ പറ്റുമോ, ഐ ഡോണ്ട് വാണ്ട് ടു പുൾ ഇൻ ടു ദാറ്റ്. പക്ഷേ അതൊക്കെ ഭക്ഷണമായിട്ട് തന്നിരിക്കുന്നതാണ്. അതിനെയൊക്കെ നശിപ്പിക്കാനുള്ളതല്ല, അതിനെയും നമ്മൾ സംരക്ഷിക്കണം, അതിനെയും വളരെ സ്നേഹത്തോടു കൂടെ തന്നെ കാണുകയും ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നതും നമ്മൾ ഒരു സാധനത്തിനെ അഴിമതിയിലൂടെ വിഴുങ്ങുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കണം. സോ ദൈവത്തിൻ്റെ ചിന്തകളിലെ 3 ചിന്തകൾ നമ്മളിപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഓക്കെ, അപരനപ്പമാക്കരുത്, പിന്നെ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യരുത്, അതിൽ വിശ്വസ്തതയും അനുസരണവും ദൈവചിന്തയിലുള്ളതാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ചോദിക്കും
ബൈബിൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്, ബിബ്ലിക്കൽ ട്രൂത്ത്, വചനാധിഷ്ഠിത ജീവിതം എന്നൊക്കെ നിങ്ങൾ പറയില്ലേ. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തലുകൾക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ അലൈൻ ചെയ്യുക, അതാണ് ദൈവചിന്തകളിലേക്ക്. അപ്പം ദൈവചിന്തകളിൽ നമ്മൾ കാണുന്നത് അപരനെ അപ്പമാക്കാത്ത ദൈവം. ഓക്കെ, എൻ്റെ വിശപ്പുകൾക്ക് വേണ്ടി മറ്റുള്ളവനെ ഉപയോഗിക്കുന്ന രീതി ആ ദൈവത്തിൻ്റെ ചിന്തയല്ല. അത് ഒരു പ്രലോഭകൻ്റെ ചിന്തയാണ്. അപ്പോൾ നിങ്ങൾ കണക്റ്റഡ് ആയിട്ട് ചിന്തിക്കണം. ആ ഒരു ചിന്തകൾ പറഞ്ഞത് തീരുമാനവും നിരാകരിക്കപ്പെട്ട സാധ്യതകൾ എന്നുള്ളത്. അപ്പം തീരുമാനം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കാളികളാകാനാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, വി ഷോ ദാറ്റ് നോ വാട്ട് ഈസ് ദാറ്റ് ഫ്രൂട്ട്ഫുൾനെസ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അത് ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാകുന്നതാണ്, ദൈവചിന്തയ്ക്കനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ദൈവചിന്തയിലെ ഈ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കുന്നു. ഡോണ്ട് ടേൺ ദി അതർ ഇൻ ടു ബ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തീരുമാനത്തിന് ഒരു ഉള്ളടക്കം വരും. എന്താ എൻ്റെ തീരുമാനം? അത് പുരോഹിതനായാലും കുടുംബ ജീവിതക്കാരായാലും സന്യാസികൾ ആരായാലും, വാട്ട് ഈസ് ദാറ്റ് ഡിസിഷൻ ദാറ്റ് ഐ വോണ്ട് ടേൺ ദി അതർ ഇൻ ടു ബ്രെഡ്? എൻ്റെ വിശപ്പുകൾക്ക് അപ്പമാക്കാനുള്ളതല്ല അപരൻ എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. അപ്പം നിരാകരിക്കപ്പെട്ട അല്ലെങ്കിൽ നിരസിക്കപ്പെട്ട സാധ്യതകൾ എന്തൊക്കെയാണ്? ദിസ് ലൂർ ഓഫ് ടേണിങ് ദി അതർ ഇൻ ടു ബ്രെഡ് അല്ലെങ്കിൽ വൺ സെൽഫ് ഇൻ ടു ബ്രെഡ്. അപ്പൊ ദൈവത്തിന്റെ ചിന്തയോട് നമ്മൾ അലൈൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ തീരുമാനത്തിന് കണ്ടന്റ് വരണേ. അതർവൈസ് ഇറ്റ് വോണ്ട് വർക്ക്. അപ്പോൾ എൻ്റെ തീരുമാനം എന്തെന്ന് അറിയണമെങ്കിൽ ദൈവത്തിന്റെ തീരുമാനം എന്തെന്ന് അറിയണം. ദൈവത്തിന്റെ തീരുമാനം അറിയുമ്പോഴാണ് എൻ്റെ തീരുമാനത്തിന് കണ്ടന്റ് വരണേ. സോ എൻ്റെ തീരുമാനത്തിൻ്റെ ഉള്ളിൽ ഒരു കണ്ടന്റ് that I should look the other as sacred. അത് എൻ്റെ ഭാര്യ ആയിക്കോട്ടെ, എൻ്റെ ഭർത്താവ് ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, ഈ ലോകത്തിലെ എന്തായിക്കോട്ടെ, that I will not turn them into bread for my eyes, for my ears, my more smelling or my tasting or my touching. Rather, I become a grace-flowing person. Grace will flow from me to those people. അപ്പോഴാണ് നമ്മൾ ദൈവ സ്വഭാവമുള്ള ദൈവത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറണേ. സോ ഈ ദൈവവിചാരവും എന്ന് പറയുന്ന സാധനവും എൻ്റെ തീരുമാനവും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ വാട്ട് ഈസ് ദ സെക്കൻഡ് ദൈവ തീരുമാനം? എങ്ങനെ ദൈവം ചിന്തിക്കണേ? ദൈവ അനുസരണക്കേടിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, എളുപ്പ വഴികൾ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ദൈവം അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നില്ല. സോ ദാറ്റ് ഡോണ്ട് അഡ്ജസ്റ്റ്, അല്ലെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ, അത് ദൈവചിന്തയിലില്ല. ദൈവചിന്തയിൽ ഇറ്റ് ഈസ് ഫിഡിലിറ്റി, വിശ്വസ്തത, അനുസരണം. അപ്പോൾ അത് ദൈവത്തിൻ്റെ വെളിപ്പെടുത്തിയ ചിന്തയാണെന്ന് മനസ്സിലാക്കുമ്പോൾ തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കാൻ വേണ്ടി മരണത്തോളം അനുസരിച്ച വിശ്വസ്തനായ പുത്രൻ. സഭയും അങ്ങനെ ആയിരിക്കണം എന്ന് പറയും. അപ്പോൾ എന്താ എൻ്റെ തീരുമാനത്തിൻ്റെ സംഗതി? അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ ഒരു സംഗതി, that has to be obedience, that has to be fidelity. So എൻ്റെ തീരുമാനം എന്താ? എൻ്റെ തീരുമാനം that I shall be faithful. അപ്പൊ നിരാകരിക്കപ്പെട്ട സാധ്യതകൾ ആ പാപത്തിന്റെ ലൂറായിട്ടും നെഗറ്റീവ് ടെറായിനായിട്ടും ഒക്കെ നമ്മൾ പറയുന്നത് അവിശ്വസ്തതയുടെയും അഡ്ജസ്റ്റ്മെന്റിന്റെയും പോസിബിലിറ്റികളും അതിന്റെ കഥകളുമാണ്. സോ വെൻ യു ട്രൈ ടു ഫിക്സ് ദാറ്റ് ദൈവത്തിന്റെ ഉള്ളിലുള്ള അത് ആ ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാകുന്ന തരത്തിൽ എൻ്റെ തീരുമാനത്തിന്റെ അന്തർലീനമായ കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ വചനാധിഷ്ഠിതമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുപോലെ മൂന്നാമത്തെ ചിന്ത എന്താ? ദൈവത്തിന്റെ ചിന്ത ശുശ്രൂഷിക്കുക. അത് ദൈവത്തിന്റെ ചിന്തയാ. അപരനെ നയിക്കുന്നതിന് വേണ്ടി മനുഷ്യരെ പിടിക്കാനായിട്ട് നമ്മൾക്ക് ദൈവം കാണിച്ചു തന്നിട്ടുള്ള ഒരു രീതിയാണ് ശുശ്രൂഷിക്കുന്ന നേതൃത്വം, ദാറ്റ് സെർവന്റ് ലീഡർഷിപ്പ്. അത് ആധിപത്യത്തിൻ്റെയോ പ്രഭുത്വത്തിൻ്റെയോ അങ്ങനത്തെ ഒരു രീതികളല്ല, ബട്ട് ഇറ്റ് സെർവ്സ്. അപ്പൊ എന്താണ് ആ ഡിസിഷന്റെ കണ്ടന്റ്? അപ്പൊ തീരുമാനത്തിന്റെ മൂന്നാമത്തെ കണ്ടന്റ് നമുക്ക് കിട്ടും, ദാറ്റ് വി ഡിസൈഡ് ടു സെർവ്.
അപ്പൊ അതിനെതിരായിട്ട് നിൽക്കുന്നതൊക്കെ നിരാകരിക്കപ്പെട്ട സാധ്യതകളായിട്ട് മാറും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചവിട്ടുകൂട്ടുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവന്റെ മുകളിൽ ആധിപത്യം ശ്രമിക്കാൻ ഫോഴ്സൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ നിരാകരിക്കപ്പെട്ട നെഗേറ്റഡ് സാധ്യതകളാവും. അതൊക്കെ നമ്മളെ ലൂർ ചെയ്യാൻ ശ്രമിക്കാൻ തുടങ്ങും. അപ്പൊ നമ്മൾ ആ ശുശ്രൂഷാത്മകതയിൽ നിന്ന് മാറുമ്പോൾ വി അഡ്ജസ്റ്റ്. അങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മളിൽ അസത്യങ്ങൾ കയറി വരാൻ തുടങ്ങും. അങ്ങനെ അസത്യങ്ങൾ നമ്മളിൽ കയറി വരാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവും? വി വിൽ ലൂസ് അവർ ഫ്രീഡം. കാരണം സത്യമാണ് നമ്മളെ സ്വതന്ത്രനാക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഡിഫിക്കൽറ്റികൾ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്കറിയണം, ദൈവചിന്തകൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ ഞാൻ കരുപ്പിടിപ്പിച്ചിട്ടില്ല. ദർ ഇസ് സംവെയർ an alienation taking place, അല്ലെങ്കിൽ അവിടെ നിന്ന് അകന്നു പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ ദൈവചിന്തകൾക്കെതിരെയുള്ള എൻ്റെ ചിന്തകളാണ് എനിക്ക് അവനെ അപ്പമാക്കാം, അഡ്ജസ്റ്റ് ചെയ്യാം. അതിപ്പോ അവരെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത എന്തുകൊണ്ടാ? അത് എൻ്റെ ചിന്തകളാ. ആ എൻ്റെ ചിന്തകളിൽ നിന്നാണ് നിരാകരിക്കപ്പെട്ട സാധ്യതകൾ ഉദിച്ചു വരുന്നത്. പക്ഷെ അപ്പൊ നമ്മുടെ തീരുമാനം, ദാറ്റ് ഡിസിഷൻ, എൻ്റെ തീരുമാനം എന്ന് പറയുന്നത് അപരനെ സീക്രട്ട് ആയിട്ട് കാണാനും അനുസരണത്തിലൂടെ ആ വിശ്വസ്തതയുടെ ജീവിതം ജീവിക്കാനും ശുശ്രൂഷയിലൂടെ അപരന്റെ മുകളിൽ അല്ലെങ്കിൽ അപരനെ പിടിക്കുവാനാണെന്നുള്ളതായിട്ട് വരണം. ആ 3 ഭാവങ്ങളും ദൈവത്തിൻ്റെ ഭാവങ്ങളാണ്. അപ്പോഴാണ് നമ്മൾ ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാകുന്നേ. അപ്പോൾ ഈ 3 നമ്മളിൽ വസിക്കുന്നില്ലെങ്കിൽ you should know there is some kind of lure of the negated possibility, അല്ലെങ്കിൽ that lost in the negated terrain. അപ്പൊ അതെങ്ങനെ റിഫ്ലക്റ്റഡ് ആകുക? നമ്മൾ കാറ്റിനെ പ്രസവിക്കാൻ തുടങ്ങും. കാരണം ഫ്രൂട്ട്ഫുൾനെസ് വരുന്നത്, ആ ഫലമണിയുന്നത് ദൈവ സ്വഭാവം നമ്മളിൽ വരുമ്പോഴാണ്. ആ ദൈവ സ്വഭാവം എങ്ങനെയാ വരിക? അപരനെ സീക്രട്ട് ആയിട്ട് കാണുമ്പോൾ, വിശ്വസ്തതയിൽ അതിൻ്റെ അവസാനം വരെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോൾ, അപരനെ ശുശ്രൂഷയിലൂടെ കയ്യിലെടുക്കാൻ ശ്രമിക്കുമ്പോൾ, അപ്പോഴാ ഫ്രൂട്ട്ഫുൾനെസ് വരിക. ആ ദൈവ സ്വഭാവത്തിൽ പങ്കാളികളാകുക. അതല്ലെങ്കിൽ നമ്മൾ കാറ്റിനെ പ്രസവിക്കാൻ തുടങ്ങും. അപ്പോൾ ഫ്രൂട്ട്ഫുൾനെസ് ആവുമ്പോൾ യു ഷുഡ് നോ യു ആർ റൂട്ടഡ് ഇൻ യുവർ ഡിസിഷൻ. ആ ഡിസിഷനിൽ റൂട്ടഡ് ആവുമ്പോൾ നിങ്ങൾ അറിയണം, നിങ്ങൾ ദൈവചിന്തയ്ക്കനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തെ അലൈൻ ചെയ്തിട്ടുണ്ടെന്ന്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് എങ്ങനെ തോന്നും? നിരാകരിക്കപ്പെട്ട സാധ്യതകൾ, നിരസിക്കപ്പെട്ട സാധ്യതകൾ, വേണ്ടാന്ന് വെച്ച സാധ്യതകളൊക്കെ നിങ്ങളുടെ മെക്കെട്ട് കയറാനായിട്ട് വരും. അപ്പൊ അതൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പൊ ശുശ്രൂഷിക്കുന്നതിന് പകരം ഭരിക്കാൻ തുടങ്ങും. കുറച്ച് ആൾ കഴിയുമ്പോൾ മനസ്സിലാവും, ഞാൻ കാറ്റിനെയാണ് പ്രസവിക്കുന്നത്, കുറേ ബഹളമുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും അതിൻ്റെ ഉള്ളിലില്ലായിരുന്നു എന്നുള്ള ഒരു ചിന്തയിലേക്ക് കടന്നു വരും. സോ ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വേണേ ഇനി അടുത്ത ഭാവത്തിലേക്ക് കടക്കണമെങ്കിൽ. ഈ ഇന്നർ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഈ ഇന്നർ ഭാവത്തെ, ആ ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം, ആ വിശ്വസ്തതയിലേക്ക് ആഴപ്പെടുക, ഒരു ശുശ്രൂഷകനാകാൻ വേണ്ടി ദാഹിക്കുക, അതാണ് സന്യാസത്തിന്റെ ഭാവം. അതാണോ സന്യാസത്തിന്റെ ഭാവം എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. പക്ഷെ അതാണ് ഞാൻ ഇവാനിയോസ് പിതാവിൽ കണ്ട സന്യാസത്തിന്റെ ഭാവം. അദ്ദേഹത്തിന്റെ ആ സന്യാസഭാവം വളരുന്ന പരിസ്ഥിതികൾ, പുത്തൻകൂർ സമുദായത്തിന്റെ പരിസ്ഥിതികൾക്കുള്ളിൽ നിന്ന് അവിടെ കണ്ട മ്ലേച്ഛതകളെ എങ്ങനെ ദൈവത്തെ അറിയാനുള്ള സോപാനങ്ങളാക്കാം എന്നുള്ള ആ ഒരു പ്രക്രിയയിൽ അദ്ദേഹം എങ്ങനെയാണ് വലകളെ ഉപേക്ഷിക്കുന്നത്, തീരങ്ങളെ ഉപേക്ഷിക്കുന്നത്, വിശ്വസ്തത അല്ലെങ്കിൽ അനുസരണം എന്നത് ഒരു ദൈവഭാവമായിട്ട് മനസ്സിലാക്കി പത്രോസിന്റെ സിംഹാസനത്തിന്റെ കീഴിലേക്ക് വരുന്നത്, ഒരു വളരെ ശുശ്രൂഷിക്കുന്ന സേവകനാകാൻ വേണ്ടി തൻ്റെ ആത്മപരിത്യാഗത്തിലൂടെ, തപസ്സിലൂടെ, എളിമയിലൂടെ, ക്ഷമയിലൂടെ, ജെന്റിൽനെസ്സിലൂടെ, സ്നേഹത്തിലൂടെ എങ്ങനെ മനുഷ്യനെ പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു സന്യാസഭാവമാണ് മാർ ഇവാനിയോസ് പിതാവിനുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മാർ ഇവാനിയോസ് പിതാവിൻ്റെ വഴി അല്ലെങ്കിൽ ദാറ്റ് ഇവാനിയൻ വേ ഒരു അകലെ നിൽക്കുന്ന, അല്ലെ നമ്മൾക്കെല്ലാവർക്കും എത്തപ്പെടാൻ പറ്റാത്തൊരു തലമല്ല. ഇറ്റ് ജസ്റ്റ് ടേക്സ് പ്ലേസ് ഇൻ അവർ ഫാമിലി.
നമ്മുടെ കുടുംബ ബന്ധങ്ങളിലെ, നമ്മുടെ ഇടവകകളിലെ, നമ്മുടെ ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പുകളിലൊക്കെ ഈ ഭാവം വന്നാൽ മാത്രമേ നമുക്ക് അടുത്ത തലത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിശുദ്ധിയുടെ അല്പം കൂടി ആഴത്തിലേക്കൊക്കെ കടന്നു ചെന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ. ഇവാനിയൻ വഴിയുടെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടേ ഉള്ളൂ. സോ ഇനി നമ്മുടെ ഉള്ളിലേക്ക് ഇനിയും കടന്നു ചെല്ലണം. മ്ലേച്ഛതകളുടെ പല തട്ടുകൾ ഇനിയും ഉണ്ട്. പക്ഷെ ഈ 3 തീരുമാനത്തെക്കുറിച്ച് അത് ആഴത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ചിന്തിക്കാൻ തുടങ്ങണം. അതും ദൈവചിന്തയുമായിട്ടുള്ള കോർ റിലേഷനെ കുറിച്ച് ചിന്തിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഫ്രൂട്ട്ഫുൾനെസ്സിനെ കുറിച്ച് ചിന്തിക്കണം. അതാണ് ഇവാനിയൻ വഴിയുടെ കോറായിട്ട് ഇനി ബേസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി ആ ബേസിൽ നിന്ന് നമ്മൾ അത് ക്ലിയർ ആകുമ്പോൾ ഇനി ഒരു ക്ലീനിങ്ങും കൂടി നമ്മൾ നടത്തും. അതിനുശേഷം ഒരു ക്ലീനിങ് കൂടി നടത്തും. അപ്പം ഇനി പോകുന്ന തലത്തിൽ ഇനിയും കാണാം മ്ലേച്ഛതകൾ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നത്. അതിൻ്റെ താഴെ പോകുമ്പോൾ വീണ്ടും കാണാം മ്ലേച്ഛതകൾ അടിഞ്ഞു കിടക്കുന്നത്. അതിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് വീണ്ടും വീണ്ടും കടന്നിട്ട് നമ്മുടെ ജീവിതത്തെ ആ ദൈവ സ്വഭാവത്തിന് അനുരൂപരാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. സോ ആ ഒരു വലിയ പ്രക്രിയയിലാണ് നമ്മൾ. സോ യു ഹാവ് ടു പുട്ട് യുവർ സെൽഫ് ഇൻസൈഡ് ഇൻ ടു ഇറ്റ്. അപ്പം ഇതുവരെ ചില ഭാഗങ്ങളൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഗോ ആൻഡ് ലിസൺ ദാറ്റ്. ഓക്കെ, ബോറിംഗ് ഒക്കെ തോന്നാം, എനി ചേഞ്ചുകളും ലിറ്റിൽ ബോറിംഗ് അല്ലേ. ബട്ട് യു ഷുഡ് ബോർ ഇൻ എ വൺ പ്ലേസ്. വാട്ട് ഇസ് മീനിങ് ബോറിംഗ്? ബോറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് നമ്മളതിനെ ബോർവെൽ എന്ന് പറയുന്നത്. ബോർവെൽ ബോർ. അപ്പം നിങ്ങൾക്ക് ബോർ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ചു നേരം കുഴിച്ചു, അവിടെ കുറച്ചു നേരം കുഴിച്ചു, അപ്പുറത്ത് കുറെ കുഴിച്ചു, വെള്ളം കാണില്ല. യു ഹാവ് ടു ബോർ വൺ പ്ലേസ് ടിൽ ദ വാട്ടർ സ്ട്രൈക്ക്. ബോർ അടിക്കുന്നതായിട്ട് തോന്നാം, പക്ഷെ ആ ബോറിങ്ങിലാണ് അവസാനം ഒടുങ്ങാത്ത വെള്ളത്തിന്റെ പ്രവാഹം പൊന്തി വരുന്നത്. യു വിൽ ഹിറ്റ് ഓൺ ദ സ്രോതസ്. അപ്പൊ ഇറ്റിൽ ബോറടിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും ഇവാനിയൻ തിങ്കിങ്ങിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബിഗിൻ ടു ഫോം യു, ഐ ബിലീവ്, ബിക്കോസ് ഇറ്റ് ഹാസ് അഫക്റ്റഡ് മീ. അപ്പൊ എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ പോലെയുള്ള ഒത്തിരി അച്ഛന്മാരെ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, സന്യാസരെ അഫക്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സ്നേഹിക്കാനും വിശ്വസ്തരാകാനും മറ്റുള്ളവനോട് കൂടെ പുനരൈക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ നല്ല മനുഷ്യരെയും ദൈവാനുഭവത്തിലേക്കും സന്യാസഭാവങ്ങളിലേക്കും ഒക്കെ കടത്തിക്കൊണ്ടുപോകാനായിട്ട് സഹായിക്കും എന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് യു ഷുഡ് ക്യാച്ച് അപ്പ് ഇഫ് യു ഹാവ് മിസ്ഡ് സംതിങ്. ദോസ് ഹു ഡോണ്ട് നോ, ആമുഖങ്ങളിലെ 3 കാര്യങ്ങൾ കേട്ടിരിക്കണം. യു വാണ്ട് ടു സ്കിപ്പ് സം ഓഫ് ദ തിങ്സ്. ആ 3 അന്തർധാരകൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, ഇവാനിയൻ വഴിയുടെ 3 അന്തർധാരകൾ എന്ന് പറയും. ചുരുളഴിയുന്നതാണത്, രക്ഷാകര തിരുത്തലാണത്, പിന്നീട് അതൊരു വീണ്ടും ഒരിക്കൽ കൂടിയാണ്. ദാറ്റ് 3 നിങ്ങൾ ആ അവതാരികയിൽ കേൾക്കണം. ബാക്കി വേണമെങ്കിൽ വിട്ടുകളയാം. ധ്യാനം ആക്ച്വലി തുടങ്ങുന്നത് എപ്പിസോഡ് 9 മുതലാണ്. ഓക്കെ, ഇരകളുടെ വേദന എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് അത് ആക്ച്വലി തുടങ്ങുന്നത്. സോ ഇഫ് യു ബിഗിൻ ഫ്രം 9 ഓൾസോ യു വിൽ ക്യാച്ച് അപ്പ് ഓൾ വാട്ട് ഹാസ് ബീൻ സെഡ് നൗ. ഓക്കെ, സോ അതൊക്കെ ഇനി അടുത്ത് വരുന്ന ടോക്കുകളിൽ ഐ വിൽ മെൻഷൻ വി ഹാവ് ഹേർഡ് നോ. യേശു പറയുന്ന അതേ രീതിയിൽ യു ഹാവ് ഹേർഡ് നാ. അപ്പം ഇനി അങ്ങനെയല്ല എന്ന് പറയും. കാരണം ഇനി പഠിപ്പിക്കുന്നതിനെ വീണ്ടും തിരുത്തി, ആ പഠിച്ചതിനെ വീണ്ടും തിരുത്തി, അങ്ങനെ അത് പെർഫെക്റ്റ് ആക്കുക. അപ്പോൾ ഇനി പഠിച്ച പല കാര്യങ്ങളെയും നമ്മൾ അൺഡു ചെയ്യിനി. നമ്മൾ അങ്ങനെ പഠിച്ചില്ലേ, പക്ഷെ ഇനി അങ്ങനെ കണ്ടാൽ പറ്റില്ല. ഇനി വേറൊരു തലത്തിൽ അതിനെ കാണണം. കാരണം വി ഹാവ് ഗ്രോൺ. അപ്പം ഈ 3 തലത്തിൽ എത്തിയാൽ മാത്രമേ ആ തലം തുറക്കുള്ളൂ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞാലല്ലേ കോളേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പം 10ാം ക്ലാസ് കഴിയാതെ എനിക്ക് കോളേജിൽ പഠിക്കണമെന്ന് പോകാൻ പറ്റുമോ? ഏതോ ഒരു സിനിമയിൽ ഒരു കക്ഷി പറയുന്ന പോലെ എനിക്ക് കോളേജിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷെ 7ാം ക്ലാസ് ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാതിരി കോളേജിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ ഇനി ടു റീച്ച് ടു ദാറ്റ്, എന്നിട്ട് അങ്ങോട്ട് കടന്നു പോകണം. സോ അതിനു വേണ്ടി ഉത്സാഹിക്കുക. ഇതുവരെ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കാൻ ശ്രമിക്കുക. ദെൻ അതൊരു വലിയ അനുഭവമാക്കി മാറ്റാൻ ശ്രമിക്കുക. കണ്ണുകൾ അടയ്ക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവേ, ഇവാനിയൻ വഴിയിലൂടെ ഞങ്ങൾ ഒത്തിരി സഞ്ചരിച്ചു കഴിഞ്ഞു. പിതാവ് മലയിലേക്ക് കയറി. ആ പിതാവിനോടുകൂടെ ഞങ്ങളും ആ മലയിലേക്ക് കയറി. ആ മല യേശുവിന് ഒരു മരുഭൂമിയുടെ പ്രതീകമായിരുന്നു. പിതാവിനും ആ മുണ്ടമ്മല ആ മരുഭൂമിയുടെ പ്രതീകമായിരുന്നു. ആ മരുഭൂമിയിൽ സ്വന്തം ജീവിതത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മ്ലേച്ഛതകളെ മുഴുവനും കാണാൻ വൃതത്രയങ്ങളുടെ കത്തി കൊണ്ട് മുറിച്ച് തൻ്റെ ഹൃദയത്തെ കണ്ട ഇവാനിയോസ് പിതാവ് അവിടെ മ്ലേച്ഛതകളും അശുദ്ധികളും അദ്ദേഹം കണ്ടു. അത് തൻ്റെ സമുദായത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്നിരുന്നാണെന്ന് തിരിച്ചറിഞ്ഞു. ഒരിക്കലും അവർ ശരിയല്ല, ഞാൻ മാത്രമാണ് ശരി എന്ന് പറയാതെ ആ സമുദായത്തെ മുഴുവൻ ഹൃദയത്തിൽ വെച്ച് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിച്ചു. അപ്പോൾ മറ്റുള്ളവരെ അപ്പമാക്കുന്ന, മറ്റുള്ളവരിലൂടെ ജീവിക്കുന്ന ആ ഒരു ഞാൻ വിചാരിച്ചതുകൾ, അനുസരണയില്ലായ്മകൾ, ശുശ്രൂഷിക്കാതെ ഭരിക്കാനുള്ള ഭാവങ്ങൾ കയറിക്കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ യേശുവിനോടൊപ്പം മരുഭൂമിയിൽ ആ ഒരു ശിഷ്യന്റെ എല്ലാ ആഗ്രഹത്തോടും കൂടെ ഗുരുവുമായി താതാത്മ്യപ്പെട്ട് പ്രലോഭകനുമായിട്ട് നടത്തിയ വലിയ യുദ്ധമായിരുന്നു മുണ്ടമലയിലെ അദ്ദേഹത്തിൻ്റെ തയ്യാറെടുപ്പ്. അതൊരു വലിയ തയ്യാറെടുപ്പായിരുന്നു. മലയിലെ ആ തയ്യാറെടുപ്പിൽ യേശുവേ, ഞങ്ങൾക്കും ഒന്നു ചേരാൻ കഴിഞ്ഞതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ വിശപ്പുകളെക്കുറിച്ച് പറഞ്ഞു തന്നതിനോർത്ത് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കഥകൾ, എളുപ്പവഴിയിലൂടെ ചെയ്യുന്ന പ്രവർത്തികളിലൂടെ പൊന്തി വരുന്ന പ്രശ്നങ്ങളും കാറ്റിനെ പ്രസവിക്കുന്ന അവസ്ഥയെയും പറഞ്ഞു തന്നതിന് നന്ദി പറയുന്നു. ഭരിക്കാനുള്ള ആഗ്രഹത്തിൽ എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, ആരെയും പിടിക്കാൻ കഴിയാതെ എല്ലാത്തിനെയും കാൽ കീഴിൽ അമർത്തി വെച്ച് ഭരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ യേശുവേ, അതൊരു പൈശാചിക പ്രലോഭനമായിരുന്നുവെന്നും ശുശ്രൂഷയിലൂടെ അല്ലാതെ നമുക്ക് മറ്റാരെയും പിടിക്കാൻ കഴിയില്ലെന്നും, മനുഷ്യരെ പിടിക്കുന്ന ആ സൂത്രങ്ങളിൽ ശുശ്രൂഷയാണ് ബാഹ്യമായി കാണപ്പെടുന്ന തലമെന്നും പിതാവ് പറഞ്ഞു തന്നതിനോർത്ത് നന്ദി പറയുന്നു. പിതാവേ, ഒരു നല്ല കുമ്പസാരം നടത്തുന്നതിന്, ഒന്ന് കുളിക്കുന്നതിന്, ആത്മാവിൻ്റെ ആ വലിയ കുളിയിൽ ശുദ്ധരായി വീണ്ടും അങ്ങയുടെ പാദത്തിൽ വന്നിരുന്ന് വീണ്ടും അങ്ങ് നടന്ന വഴിയിലൂടെ നടക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. അതിനു വേണ്ടിയിട്ടുള്ള ധൈര്യവും ശക്തിയും ആ ഉത്സാഹവും ഒക്കെ ഞങ്ങളിൽ നിറയ്ക്കണമേ പിതാവേ. അങ്ങ് സ്വർഗത്തിലിരുന്നു കൊണ്ട് ഈ വാനിയൻ വഴി കേൾക്കുന്ന എല്ലാ മക്കളെയും ഒത്തിരി കരുണയോടുകൂടെ നോക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്റെ വഴിയിലൂടെ നടക്കുന്ന നിന്റെ മക്കൾക്ക് കൊടുക്കണമേ. വിശ്വസ്തയോടുകൂടെ ഈ ധ്യാനം കേൾക്കുന്ന മക്കൾക്ക് വളരെ സ്ഥായിയായിട്ടുള്ള, വളരെ ആഴത്തിലുള്ള ബോധ്യങ്ങളിലൂടെ വലിയ കാഴ്ചപ്പാടുകളുടെ മാറ്റങ്ങൾ, രക്ഷാകരമായ തിരുത്തലുകളെ കൊടുക്കണമേ. അവരെല്ലാവരും നിന്റെ ജീവിക്കുന്ന ഇവാനിയൻ വഴിയെ അവലംബിക്കുന്ന വലിയ മനുഷ്യരാകാൻ വേണ്ടി സഹായിക്കണമേ. ആമേൻ.